So now, so now we are going to the definition of organizational culture. ഈ ടോപ്പിക്ക് നിങ്ങൾ ഈ ഡെഫിനിഷൻ കാണാപ്പാഠം പഠിച്ചാൽ നിങ്ങൾക്ക് ഈ മൊഡ്യൂളിൽ നിന്ന് ഏത് ചോദ്യം ചോദിച്ചാലും നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. ഈ ഡെഫിനിഷൻ മാത്രമേ, കാരണം ഏത് ടോപ്പിക്ക് ചോദിക്കുമ്പോഴും ഇതാദ്യം അങ്ങ് എഴുതണം. വാട്ട് ഈസ് ഇറ്റ്സ് ഡെഫിനിഷൻ? കുറച്ച് ലെങ്തി ആണ്. എഡ്ഗർ എച്ച് ഷെയ്ൻ്റെ ഡെഫിനിഷൻ ഇച്ചിരി ലെങ്തി ആണ്. പക്ഷെ മിസ് അത് എങ്ങനെ ഷോർട്ടായിട്ട് പറഞ്ഞു തരാമെന്ന് പറയാം. അപ്പോൾ എന്താണ്, അപ്പോൾ ഇത് നമുക്ക് അവിടെ നിൽക്കട്ടെ. എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. വാട്ട് ഈസ് ദിസ്? മിസ് ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. 1, ഓർഗനൈസേഷൻ കൾച്ചർ ഈസ് നത്തിങ് ബട്ട് ഇറ്റ്സ് എ സെറ്റ് ഓഫ് ബേസിക് അസംഷൻ. കുറച്ച് പൊതുവായ കുറച്ച് ധാരണകൾക്ക് പറയുന്നതാണ് ഓർഗനൈസേഷണൽ കൾച്ചർ. സോ ഇറ്റ്സ് എ സെറ്റ് ഓഫ് ബേസിക് അസംഷൻസ്. ഓക്കെ, ഇനി ഇത് ആരാ ഉണ്ടാക്കിയത്? കുറച്ച് ഗ്രൂപ്പാണ്. ദാറ്റ് എ ഗിവൺ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ അവിടെ പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു, നമ്മൾ ഒരു പൂർവികർ എന്നൊക്കെ പറയുന്ന പോലെ സെറ്റ് ഓഫ് ബേസിക് അസംഷൻസ് ദാറ്റ് എ ഗിവൺ ഗ്രൂപ്പ്. കുറച്ച് ഗ്രൂപ്പ് എന്ത് ചെയ്തതാ? ഹാസ് ഇൻവെൻറ്റഡ്. അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ഗ്രൂപ്പുകൾ അല്ലെ ഉണ്ടായിരുന്ന വ്യക്തികൾ കൂടി ഒന്നെങ്കിൽ അത് ഉണ്ടാക്കിയെടുത്തതാവാം, അല്ലെങ്കിൽ ഡിസ്കവർ ചെയ്തതായിരിക്കാം. അപ്പോൾ ഒന്നെങ്കിൽ അത് ഉണ്ടാക്കിയതാവാം, അല്ലെങ്കിൽ അത് ഡിസ്കവർ ചെയ്തതാവാം. ഡിസ്കവർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കാലക്രമേണ കണ്ടെത്തിയതായിരിക്കും. ഓക്കെ, ദിസ് ഈസ് ഗുഡ് ഫോർ അവർ ഓർഗനൈസേഷൻ എന്ന് വിചാരിച്ച് കണ്ടെത്തിയതായിരിക്കും, അല്ല ഡെവലപ്പ് ചെയ്തതായിരിക്കാം. സോ ഒന്നെങ്കിൽ ഉണ്ടായിരുന്ന സാധനത്തിനെ ഡെവലപ്പ് ചെയ്തു, അല്ലെങ്കിൽ പുതിയൊരെണ്ണം കണ്ടുപിടിച്ചു, അല്ല തിരിച്ചറിഞ്ഞു. ഡിസ്കവർ ചെയ്യാന്ന് നമ്മൾ തിരിച്ചറിയുക. ഒന്നെങ്കിൽ ഡിസ്കവർ ചെയ്തു, അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തു, അല്ലെങ്കിൽ ഇൻവെൻറ്റ് ചെയ്തു. ഇപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ് എന്താ? ഓർഗനൈസേഷണൽ കൾച്ചർ ഈസ് എ സെറ്റ് ഓഫ് അസംഷൻസ് ദാറ്റ് എ ഗിവൺ ഗ്രൂപ്പ് ഹാസ് ഇൻവെൻറ്റഡ്, ഡിസ്കവേർഡ്, ഡെവലപ്ഡ്. ഓക്കെ, അത്രയും മനസ്സിലായി. ഇനി എന്താ? ഇൻ ലേണിംഗ് ടു. എന്തിനു വേണ്ടിയിട്ട് ഇവരിത് ചെയ്തത്? ഇൻ ലേണിംഗ് ടു കോപ്പ് വിത്ത് ഇറ്റ്സ് പ്രോബ്ലംസ്. അപ്പം ഞാൻ മുമ്പ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഓർഗനൈസേഷൻ കൾച്ചർ ഹെൽപ്സ് അസ് ടു ഡു ആൻഡ് സോൾവ് ദ പ്രോബ്ലംസ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇൻ ലേണിംഗ് ടു കോപ്പ് വിത്ത് ഇറ്റ്സ് പ്രോബ്ലംസ്. അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും. എവിടെയൊക്കെ ഉള്ളതാണ്? എക്സ്റ്റേണൽ അഡാപ്റ്റേഷൻ ആൻഡ് ഇൻറ്റേർണൽ ഇൻറ്റഗ്രേഷൻ. 2 പ്രോബ്ലംസും ഉണ്ട്. എക്സ്റ്റേണൽ അഡാപ്റ്റേഷൻ എന്ന് വെച്ചാൽ നമ്മൾ പറയില്ലേ, കോമ്പറ്റീറ്റേഴ്സുമായിട്ട് പിടിച്ചു നിൽക്കാനും അവരെ ഇത് സഹായിക്കും. ഒപ്പം നമ്മളറിയാം, ഒരു വീട്ടിലെ അല്ലെങ്കിൽ ഒരു വീട്ടിൽ തന്നെ അടി നടക്കും. അപ്പോൾ പിന്നെ പല വീട്ടിൽ നിന്ന് വന്നവർ തമ്മിൽ ഉറപ്പായിട്ടും പ്രശ്നങ്ങളുണ്ടാവും. അപ്പം ഇൻറ്റേർണൽ ഇൻറ്റഗ്രേഷനെയും ആ ഒരുമയ്ക്ക് റിലേറ്റ് ചെയ്ത് വരുന്ന പ്രശ്നങ്ങളെയും സോൾവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഈ ഓർഗനൈസേഷണൽ കൾച്ചർ. അപ്പോൾ ആദ്യം തൊട്ട് പറഞ്ഞ്, ഓർഗനൈസേഷണൽ കൾച്ചർ ഈസ് എ സെറ്റ് ഓഫ് ബേസിക് അസംഷൻസ് ദാറ്റ് എ ഗിവൺ ഗ്രൂപ്പ് has invented, discovered or developed in learning to cope with problems of external adaptation and internal integration. ഓക്കെ, അപ്പോൾ അത്രയും നമ്മൾ പഠിച്ചു. ദാറ്റ് ഹാവ് വർക്ക്ഡ് വെൽ ഇനഫ് ടു ബി കൺസിഡേർഡ് വാല്യൂഡ്. അപ്പോൾ വാലിഡ് എന്ന് പറഞ്ഞാൽ എന്തായത്? ഇവർ ഈ ഉണ്ടാക്കിയെടുത്ത സാധനങ്ങളില്ലേ, അതായത് കുറച്ച് വാല്യൂസ് ഒക്കെ നമ്മൾ പറഞ്ഞല്ലോ, ഡിസ്കവർ ചെയ്ത്, ഇൻവെൻറ്റ് ചെയ്ത്, ഡെവലപ്പ് ചെയ്തെടുത്തതൊക്കെ അത് വാലിഡ് ആണെന്ന് അവർക്ക് പ്രൂവ് ചെയ്യാം. എവിടുന്ന്? ഇതിനു മുൻപ് ഇറ്റ് വർക്ക്ഡ് വെൽ. അപ്പം ഈ പറയുന്ന ഇവരുണ്ടാക്കിയ കാര്യങ്ങളെല്ലാം ഇറ്റ് വർക്ക്ഡ് വെൽ ഇനഫ് ടു ബി കൺസിഡേർഡ് വാലിഡ്. ചുമ്മാ അങ്ങ് ഒരു ദിവസം ഉണ്ടാക്കിയതല്ല, പരീക്ഷിച്ച് വിജയിച്ചതാണ് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും. ദാറ്റ് ഹാവ് വർക്ക്ഡ് വെൽ ഇനഫ് ടു ബി കൺസിഡേർഡ് വാലിഡ് ആൻഡ് ദെയർഫോർ ടു ബി ടോട്ട് ടു ന്യൂ മെമ്പേഴ്സ്. അപ്പം ഓൾറെഡി പരീക്ഷിച്ച് വിജയിച്ചതായതുകൊണ്ട് തന്നെയാണ് അത് പുതിയ ആൾക്കാർക്ക് അത് പറഞ്ഞു കൊടുക്കുന്നത്. ആൻഡ് ദെയർഫോർ ടു ബി ടോട്ട് ടു ന്യൂ മെമ്പേഴ്സ്. അതുകൊണ്ടാണ് അത് പുതിയ ആൾക്കാർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ആസ് എ കറക്റ്റ് വേ ടു, എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നത്? ആസ് എ കറക്റ്റ് വേ ടു എന്തിനൊക്കെ അവരെ സഹായിക്കുന്നത്? പെർസീവ്, തിങ്ക് ആൻഡ് ഫീൽ ഇൻ റിലേഷൻ ടു ദീസ് പ്രോബ്ലം. അപ്പോൾ അവർ ഫേസ് ചെയ്യുന്ന ഏത് പ്രോബ്ലത്തിലും അവരെ പെർസീവ് ചെയ്യാനും, തിങ്ക് ചെയ്യാനും, ഫീൽ ചെയ്യാനും ഈ പറയുന്ന അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന വാല്യൂസിനെ ബേസ് ചെയ്തിട്ട് വേണം അവർ ആ കമ്പനിയിൽ ദേ ഷുഡ് പെർസീവ്, തിങ്ക് ആൻഡ് ഫീൽ ഇൻ അക്കോർഡൻസ് ടു ദ വാല്യൂസ് വിച്ച് വെയർ ഗിവൻ ബൈ ദ സീനിയേഴ്സ് ടു ദെം വെൻ ദേ ഫേസ് എനി പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ വാട്ട് ഈസ് ഓർഗനൈസേഷണൽ കൾച്ചർ എന്ന്? ഒന്ന് പറഞ്ഞു നോക്കിയേ. ഇറ്റ് ഈസ് എ basic set of assumption that a given group has invented, discovered, developed in learning to cope with problems. കുറച്ച് കോൺസെപ്റ്റ്സ് നമ്മൾ കാണാപ്പാഠം പഠിക്കുമ്പോൾ ബാക്കി മനസ്സിലായി വരുന്നുണ്ടല്ലോ. ഇൻ ലേണിംഗ് ടു
ഇൻ ലേണിംഗ് ടു കോപ്പ് വിത്ത് പ്രോബ്ലംസ് ഓഫ് എന്തായിരുന്നു എക്സ്റ്റേണൽ അഡാപ്റ്റേഷൻ ആൻഡ് internal integration that have worked well enough to be considered valid and therefore to be taught to new members as a correct way to perceive, think and feel in relation to these problems. ഇപ്പോൾ എല്ലാവരും ഡെഫിനിഷൻ പഠിച്ചില്ലേ? മിസ്സും നിങ്ങളുടെ ഒപ്പം ഇതിൽ നോക്കാതെ അതായത് മിസ്സ് സ്ക്രീനെ നോക്കിയിട്ടല്ല പറഞ്ഞത്. അപ്പം നിങ്ങൾ ഇനി ഒരു 3-4 തവണ വായിക്കുമ്പോൾ നിങ്ങളിത് കാണാപ്പാഠം പഠിക്കില്ലേ നമ്മൾ? സോ ഇത് പഠിച്ചു വെച്ചിരിക്കണം. അറ്റ്ലീസ്റ്റ് ഈ ഡെഫിനിഷൻ ആസച്ച് എഴുതുവാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. ഇല്ലെങ്കിൽ ആ ബേസിക് കോൺസെപ്റ്റ്സ് അതിൽ ഓർക്കുക. അതൊരു അസംഷനാണ്, ഉണ്ടാക്കിയെടുത്തത് ഒക്കെയാണ് ബൈ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. എന്തിനു വേണ്ടിയിട്ടാണ്? പ്രോബ്ലത്തിനെ ഫേസ് ചെയ്യാൻ. ഏതൊക്കെ പ്രോബ്ലം? എക്സ്റ്റേണൽ അഡാപ്റ്റേഷനും ഇൻറ്റേർണൽ ഇൻ്റഗ്രേഷനും. ഇത് വാലിഡ് ആണ് ബിക്കോസ് ഇറ്റ്സ് ബീൻ പ്രൂവ്ഡ്. അതുകൊണ്ടാണ് ഇത് ന്യൂ കമേഴ്സിന് കൊടുക്കുന്നത്. ന്യൂ കമേഴ്സ് എന്തൊക്കെ ചെയ്യണം? തിങ്ക് ചെയ്യാനും ഫീൽ ചെയ്യാനും ആക്ട് ചെയ്യാനും പ്രോബ്ലംസ് അവരുടെ ലൈഫിൽ പ്രോബ്ലംസ് വരുമ്പോൾ ദേ ഷുഡ് ഡു ഇൻ അക്കോർഡൻസ് വിത്ത് ദിസ്. ഓക്കെ, സോ organizational culture is defined as a set of basic assumptions that a given group has invented, discovered or developed in learning to cope with its problems of external adaptation and internal integration that have worked well enough to be considered valid and therefore to be taught to new members as a correct way to perceive, think, feel in relation to these problems by Edgar H. Schein. Okay, എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിയേ. മിസ് വായിച്ചു, ഇനി നിങ്ങളൊന്ന് വായിച്ചേ. വീഡിയോ ക്ലാസ്സസ് ആണെങ്കിൽ പോലും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം കേട്ടോ. മിസ് പറയുമ്പോൾ അതുപോലെ ചെയ്താൽ നിങ്ങൾക്ക് ഇത് നമ്മൾ പറയില്ല ടോയ്ലറ്റിലൊക്കെ കയറിയിരുന്ന് നിങ്ങളിത് കേട്ടോ, കുഴപ്പമില്ല. പക്ഷേ ഇത് ഒപ്പം പറയുവാണെങ്കിൽ നമുക്കിതൊരു പ്രഹസനമല്ലാതെ പോകാം. നിങ്ങൾക്ക് പഠിച്ച് പോകാൻ പറ്റും. ഇല്ലേ പിന്നെ ഒത്തിരി വീഡിയോസ് കേട്ട് പഠിക്കേണ്ടി വരത്തില്ലേ? ഓക്കെ, ഫൈൻ. ഷാൽ വി മൂവ് നൗ? അപ്പോൾ ഇനി ഓർഗനൈസേഷണൽ കൾച്ചർ. ഇത് എഗെയിൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഡെഫിനേഷൻ എന്ന് ചോദിക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻ എഴുതണം കേട്ടോ. വാട്ട് ഈസ് ഓർഗനൈസേഷണൽ കൾച്ചർ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓർഗനൈസേഷണൽ കൾച്ചർ refers to a system of shared meaning held by a members that distinguishes the organization from other organization. പറഞ്ഞു, ഒരു കൂട്ടം ആളുകൾ വിശ്വസിക്കുന്ന അതാണ് അവരെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത്. This system of shared meaning is on closer examination a set of key characteristics. കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അവരെ ഇങ്ങനെ ഒരു പ്രത്യേകതയുള്ളവരാക്കി മാറ്റുന്നത്. ആ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് വൺ, certain values are innovation and risk taking. അവർ പ്രാക്ടീസ് ചെയ്യുന്ന ഇന്നൊവേഷനും റിസ്ക് ടേക്കിങ്ങും ആകാം. അറ്റൻഷൻ ടു ഡീറ്റെയിൽ. ചിലർ നമ്മൾ വിളിച്ചാൽ നമുക്ക് ചില കമ്പനീസിനോട് നമുക്ക് ഭയങ്കര, അല്ലെങ്കിൽ ചില എംപ്ലോയീസിന് അവരുടെ കമ്പനി ഭയങ്കര കാര്യമാണ്. മിസ് എക്സാമ്പിൾ പറയാം കേട്ടോ. ഔട്ട്കം ഓറിയൻറ്റേഷൻ, പീപ്പിൾ ഓറിയൻറ്റേഷൻ, ടീം ഓറിയൻറ്റേഷൻ, അഗ്രസീവ്നെസ് ആൻഡ് സ്റ്റെബിലിറ്റി. ദീസ് ആർ ദ കീ ക്യാരക്ടറിസ്റ്റിക്സ്. സോ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓർഗനൈസേഷണൽ കൾച്ചർ എന്ന് ചോദിച്ചാൽ എന്തെഴുതണം? ഇപ്പോൾ ഈ പറഞ്ഞ 7 പ്രൈമറി ക്യാരക്ടറിസ്റ്റിക്സ് എഴുതണം. This system of shared meaning is on closer examination a set of key characteristics that the organization values. അപ്പോൾ നമ്മൾ പറഞ്ഞു ഓർഗനൈസേഷൻ കൾച്ചറിനെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ ഇറ്റ്സ് നത്തിങ് ബട്ട് certain key characteristics that the organization follow. അപ്പം ഒരു കൂട്ടം ഓർഗനൈസേഷൻ ഫോളോ ചെയ്യുന്ന കുറച്ച് പ്രത്യേകതകൾക്ക് ആണ് നമ്മൾ ഓർഗനൈസേഷണൽ കൾച്ചർ എന്ന് പറയുന്നത്. The research suggests that there are 7 primary characteristics that range in priority from high to low. അപ്പം 7 മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് കമ്പനികളിൽ. ചിലപ്പോൾ ചിലർ അതിന് ഭയങ്കര പ്രയോറിറ്റി കൊടുക്കും, ചിലർ അതിന് ഒട്ടും പ്രയോറിറ്റി കൊടുക്കത്തില്ല. സോ ഡിപ്പെൻഡിങ്, അതാണ് പ്രയോറിറ്റി ഫ്രം ഹൈ ടു ലോ. ഇൻ അഗ്രിഗേറ്റ് ക്യാപ്ചർ ദ എസെൻസ്. അപ്പം ഇതെല്ലാം കൂടെ കൂടുന്നതാണ് ഓർഗനൈസേഷണൽ കൾച്ചർ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് ഒന്നോടെ എഴുതിയിട്ടുണ്ട്? ഇന്നൊവേഷൻ ആൻഡ് റിസ്ക് ടേക്കിംഗ്, അറ്റൻഷൻ ടു ഡീറ്റെയിൽ, outcome orientation, people orientation, team orientation, aggressiveness and stability. Every organization has a distinctive value for each of these characteristics which when combined defines. അപ്പം ഓരോരുത്തരും ഓരോന്നിനെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ
നിങ്ങൾക്കറിയാം ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജിലാണെങ്കിൽ ചിലപ്പോൾ ഡ്രസ് കോഡിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, യൂണിഫോം ധരിച്ചേ വരാവുള്ളൂ എന്നൊക്കെ പറയും. അതേസമയം ഒരു എയ്ഡഡ് കോളേജിലാകുമ്പോൾ ആ ഡ്രസ് കോഡിന് ഒരു ഇമ്പോർട്ടൻസ് പോലുമില്ല. അതാണ് പറയുന്നത്, ഡ്രസ് കോഡ് എന്ന് പറയുന്ന ഒരു വാല്യൂ കാണും, പക്ഷേ അതിന് എത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളത് ഇറ്റ് വേരീസ്. സോ ആദ്യത്തേതാണ് ഇന്നൊവേഷൻ ആൻഡ് റിസ്ക് ടേക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ദ ഡിഗ്രി ടു വിച്ച് എംപ്ലോയീസ് ആർ എൻകറേജ് ടു ബി ഇന്നൊവേറ്റീവ് ആൻഡ് ടേക്ക് റിസ്ക്. ഇപ്പോൾ ചില പ്രൊഫഷൻസിൽ ഇന്നൊവേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്നുവെച്ചാൽ പുതുമയോടുകൂടി എങ്ങനെ, ഇപ്പം അഡ്വർടൈസിങ് എന്ന് പറയുന്ന ഒരു കമ്പനിയിലാണെങ്കിൽ ക്ലീഷേ പോലെ എല്ലാവരും ഒരേപോലെ ചെയ്യാൻ സമ്മതിക്കില്ല. നിങ്ങളത് പട്ടം പോലെ എന്നൊരു സിനിമയുണ്ട്. പട്ടം പോലെ സിനിമയിൽ അവർ സംതിങ് ഡൂയിങ് റിലേഷൻ ടു അഡ്വർടൈസ്മെൻറ്റ്സ്, അവരുടെ എന്താ പറയുന്നത് വർക്ക് പ്ലേസ്, അവരുടെ വർക്ക് ഏരിയ, ഇതെല്ലാം ഭയങ്കര യുണീക്കായിട്ടാണ് ഇരിക്കുന്നത്. മനസ്സിലായോ? അപ്പം അഡ്വർടൈസിങ്, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ ചില സ്റ്റാർട്ടപ്സ് കമ്പനികളിൽ ഈ ഗെയിം സെക്ഷൻ അവരൊക്കെ കൈകാര്യം ചെയ്യുന്നവരും ഇതുപോലെയാണ്. അവർ ചിലപ്പോൾ എന്താ പറയുന്നത് ഷോർട്സ് ഒക്കെ ഇട്ടിട്ടായിരിക്കും ചിലപ്പോൾ അവർ ഓഫീസിൽ വരുന്നത്. ദേ ഹാവ് ദറ്റ് ഇൻഫോർമൽ വേ ഓഫ് ഡ്രസ്സിങ്, ദേ ക്യാൻ വെയർ എനിത്തിങ്, ദേ ജസ്റ്റ് ഹാവ് ടു വർക്ക്. അപ്പം ചില കമ്പനീസ് ഇന്നൊവേഷൻ ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കും. എന്ന് വെച്ചാൽ എപ്പോഴും എല്ലാവരും ചിന്തിക്കുന്ന പോലെ അല്ലാതെ ദേ അലവ് ദം ടു ടേക്ക് റിസ്ക്, ട്രൈ ചെയ്തോളാൻ പറയും. അതാണ് ഇന്നൊവേഷൻ ആൻഡ് റിസ്ക് ടേക്കിംഗ്. അടുത്തത് അറ്റൻഷൻ ടു ഡീറ്റെയിൽ. ഇവിടെ പറയുന്നത് ഡിഗ്രി ടു വിച്ച് എംപ്ലോയീസ് ആർ എക്സ്പെക്റ്റഡ് ടു എക്സിബിറ്റ് പ്രിസിഷൻ അനാലിസിസ് ആൻഡ് അറ്റൻഷൻ. ഇങ്ങനത്തെ കമ്പനികളിൽ പ്രിസിഷൻ, ഭയങ്കരമായിട്ട് പെർഫെക്ഷൻ നോക്കൂ. അതായത് ഓരോ കാര്യങ്ങളും, എക്സാമ്പിൾ അക്കൗണ്ടിങ്, ഇപ്പോൾ ഒരു സി എ ഇല്ലേ, നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഉള്ള സ്ഥലത്ത്, അല്ലെങ്കിൽ അങ്ങനത്തെ ഫിനാൻഷ്യൽ, ഇപ്പോൾ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ആണെങ്കിൽ ഒരു വാല്യൂ മാറരുത്. ഒരു പൂജ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടാൽ മാറിപ്പോവില്ലേ? ചിലപ്പോൾ കോടികളുടെ നഷ്ടവും കോടികളുടെ ലാഭവും ഒക്കെ നമ്മുടെ പേപ്പറിൽ വരും. അപ്പം ചില ഓർഗനൈസേഷനിൽ ദിസ് അറ്റൻഷൻ, ഡീറ്റെയിലിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. പ്രിസിഷൻ, അനാലിസിസ്, അറ്റൻഷൻ ഒക്കെ. അടുത്തതാണ് ഔട്ട്കം ഓറിയൻറ്റേഷൻ. ചിലരുടെ ഫോക്കസാണ് ഔട്ട്കം ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ദ ഡിഗ്രി ടു വിച്ച് മാനേജ്മെൻറ്റ് ഫോക്കസസ് ഓൺ റിസൾട്ട്സ് ഓർ ഔട്ട്കംസ് റാദർ ദാൻ ഓൺ ദ ടെക്നിക്സ് ആൻഡ് പ്രോസസ്സസ്. ചിലർ പറയുന്നത് മാർഗം അവർക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, അവർക്ക് ലക്ഷ്യമാണ് ഇമ്പോർട്ടൻറ്റ്. ഔട്ട്കം കിട്ടിയാൽ മതി. എങ്ങനെയും ഇപ്പോൾ നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, എങ്ങനെയാണെന്ന് അറിയത്തില്ല, ആരെ കൊന്നിട്ടാണെന്നും നമ്മൾ പറയില്ല, എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, റിസർച്ച് കിട്ടിയാൽ മതി. ഓക്കെ, ഈ ഇടയ്ക്ക് ഞാൻ കണ്ടത് ഞാനൊരു ചൈനീസ് ഡ്രാമ കണ്ടപ്പോൾ അതിനകത്ത് കണ്ട ഒരു സീനാണ്. അവർക്കൊരു മരുന്നുണ്ടാക്കണം. ആ മരുന്നിൻ്റെ ഇഫക്റ്റീവ്നെസ്സിന് വേണ്ടി അവർ അൺനെസസറി ആൾക്കാരെ കൊന്നുകളയുക. എന്നുവെച്ചാൽ എങ്ങനെ എന്ത് ചെയ്താലും കുഴപ്പമില്ല, ദേ ജസ്റ്റ് വാണ്ട് ദ റിസൾട്ട്. അപ്പോൾ ചിലർ ഔട്ട്കം ഓറിയൻറ്റഡാണ്. നിങ്ങളെ 6 മണി വരെയോ 10 മണി വരെയോ എത്ര വേണേലും വർക്ക് ചെയ്തോ, ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടിയാൽ മതി. അതാണ് ഔട്ട്കം ഓറിയൻറ്റേഷൻ. അടുത്തത് പീപ്പിൾ ഓറിയൻറ്റേഷൻ. ചില കമ്പനീസ് ഭയങ്കരമായിട്ട് അവരുടെ എംപ്ലോയീസിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. എക്സാമ്പിൾ IBM കേട്ടിട്ടുണ്ടോ നിങ്ങൾ? IBM ഈസ് എ വെൽ നോൺ കമ്പനി ഫോർ എംപ്ലോയീസ്. എന്നുവെച്ചാൽ എംപ്ലോയി മാനേജ്മെൻറ്റിന് അവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ്. അവർക്കാണ് ഇപ്പോഴാണ് ഈ വർക്ക് ഫ്രം ഹോം ഒക്കെ കൊടുത്തത്. പണ്ട് അവരുടെ ഉള്ളിൽ ഓൾറെഡി ഉണ്ടായിരുന്നതാണ് വർക്ക് ഫ്രം ഫ്ലെക്സി ടൈമിങ്. ഫ്ലെക്സി ടൈമിംഗ് എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലുമൊക്കെ പണിതാൽ മതി, പണി തീർത്ത് കൊടുത്താൽ മതി. അത് എപ്പോൾ തീർത്താലും 10 മണിക്ക് വരണമെന്നൊന്നുമില്ല, 5 മണിക്കാണോ വരുന്നത് കുഴപ്പമില്ല, ചെയ്തോ, പക്ഷെ പണി തീർത്ത് കൊടുത്താൽ മതി. അങ്ങനെ ചില ഓർഗനൈസേഷൻസ് എംപ്ലോയീസിന് പീപ്പിളിന് ഇമ്പോർട്ടൻസ് കൊടുക്കും. The degree to which management decision take into consideration the effect of outcomes on people within the organization. അപ്പോൾ അവരുടെ ഇപ്പോൾ ചിലപ്പോൾ ബോണസ് കൊടുക്കുക, ചിലരുണ്ട് ഇച്ചിരി നഷ്ടത്തിൽ പോയാലും ആളുകളുടെ ലീവ് വെട്ടിച്ചുരുക്കാതിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് പീപ്പിൾ ഓറിയൻറ്റേഷൻ. അടുത്തതാണ് ടീം ഓറിയൻറ്റേഷൻ. The degree to which work activities are organized around teams rather than the individuals. എന്ന് പറഞ്ഞാൽ എന്താ, ചില ഗ്രൂപ്പിൽ ഇൻഡിവിജ്വൽ എന്നൊരു സാധനമില്ല. ആർക്കും ഇൻഡിവിജ്വൽ അപ്രൈസൽസ് എന്ന് വെച്ചാൽ ആരെയും അവിടെ ടീം വർക്കാണ്. ഇപ്പം നമ്മൾ അഗെയിൻ IT കമ്പനീസ് എടുക്കുമ്പോൾ അതൊരു പ്രൊജക്റ്റ് ടീമായിട്ട് അവർ വർക്ക് ചെയ്യുന്നത്, അല്ലാണ്ട് അതിൽ ഒരാൾ നന്നായിട്ട് പണിയെടുക്കുക എന്നുള്ളതല്ല. ദേ ഫോക്കസ് ഓൺ ദ ടീം വർക്ക്. അടുത്തത് അഗ്രസീവ്നെസ്. ദ ഡിഗ്രി ടു വിച്ച് പീപ്പിൾ ആർ അഗ്രസീവ് ആൻഡ് കോമ്പറ്റേറ്റീവ് റാദർ ദാൻ ഈസി ഗോയിങ്. അവിടെ ഇങ്ങനെ എല്ലാവരും പ്രൊആക്റ്റീവായിട്ട് നിൽക്കണം, ഇങ്ങനെ ചെടിയെന്ന് പറഞ്ഞ് നമ്മൾ നിൽക്കണം. അതും അഗെയിൻ മാർക്കറ്റിങ്ങിലേക്ക് വരുമ്പോൾ എങ്ങനെ സോൾവ് ചെയ്യാം, ഓരോ പ്രശ്നത്തെ എങ്ങനെ നിൽക്കാം, അല്ലാതെ അതവിടെ നിൽക്കട്ടെ പയ്യ. നമ്മൾ ഈ ഗവൺമെൻറ് ഓഫീസുകളിൽ പോയാൽ നിങ്ങൾക്ക് കാണത്തില്ലാത്തൊരു കാര്യമാണ് അഗ്രസീവ്നെസ്. നമ്മളിപ്പോൾ അവിടെ പോകുമ്പോൾ എന്നെ മോനെ എന്നാ ചെയ്യേണ്ടതെന്ന് ആരെങ്കിലും ചോദിക്കുമോ? ഇല്ല.
അതേസമയം നമ്മളൊരു പ്രൈവറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു കല്യാൺ സിൽസോ അതുപോലെയുള്ള സ്ഥലങ്ങളിൽ വരുമ്പോഴത്തേക്കും നമ്മളങ്ങ് കയറി ചെല്ലുമ്പോൾ തൊട്ട് ആൾക്കാർ എന്താ വേണ്ടത്, ഏത് സെക്ഷനിലാണ് പോകേണ്ടത്, എത്ര രൂപയ്ക്ക് മേടിക്കണം, ഇങ്ങനെ ദേ വിൽ ബി സോ പ്രോ ആക്റ്റീവ് അല്ലേ. അതേസമയം നമ്മൾ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഓഫീസിൽ പോയാൽ വളരെ റെയറായിട്ട് ഇപ്പോൾ ഉണ്ട് കേട്ടോ. ഇപ്പോൾ കുറേ ഇങ്ങനെ എന്താ പറയുന്നത്, നെയിം സേക്കിങ്ങിന് വേണ്ടി പേരുണ്ടാക്കാൻ അല്ലെ ചില സ്ഥലത്തുണ്ട്. എന്താണ് കാര്യം, ദേ ഹാവ് പ്രോപ്പർ ഇൻസ്ട്രക്ഷൻ. സോ ദാറ്റ് ഈസ് അഗ്രസീവ്നെസ്. അടുത്താണ് സ്റ്റെബിലിറ്റി. ദ ഡിഗ്രി ടു വിച്ച് ഓർഗനൈസേഷണൽ ആക്ടിവിറ്റീസ് എംഫസൈസ് മെയിൻറ്റെയിനിങ് ദ സ്റ്റാറ്റസ് കോ ഇൻ കോൺട്രാസ്റ്റ് ടു ഗ്രോത്ത്. അവരെ സംബന്ധിച്ച് അവരുടെ ഗുഡ് വിൽ, അതാണ് അവർക്ക് സ്റ്റാറ്റസ് കോ എന്ന് പറഞ്ഞാൽ. ദേ ഹാവ് എ ഗുഡ് വിൽ. നമുക്ക് നഷ്ടം ഉണ്ടായാലും കുഴപ്പമില്ല, ഞങ്ങൾ ഉണ്ടാക്കിയെടുത്ത പേര് നശിപ്പിക്കരുത്. ചില കമ്പനീസ് നശിച്ചു പോകുന്നത് ഈ വക കാരണം കൊണ്ടാണ്. എന്ന് വെച്ചാൽ അവർക്ക് ഈവൻ ദോ ദേ കനോട്ട് വിത്ത്സ്റ്റാൻഡ് സർട്ടൻ സിറ്റുവേഷൻസ്, ദേ സ്റ്റിൽ കോപ്പ് ഓൺ ദാറ്റ്. ചിലർ പറയുന്നുണ്ട് എന്ത് സംഭവിച്ചാലും ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ല. മനസ്സിലായോ? അത് ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ ഈ TV സെഷൻസിൽ, അതായത് ന്യൂസ് ചാനൽസ്. അപ്പോൾ ചില ചാനൽസ് സിനിമയെ കണ്ടായിട്ട് ഒറിജിനലി അങ്ങനെ നടക്കുമെന്ന് മിസ്സിന് അറിയത്തില്ല. എനിവേ, ചില ചാനൽസ് പറയുന്നത് കേട്ടിട്ടില്ലേ, നമ്മൾ പെയ്ഡ് ന്യൂസ് പെയ്ഡ് ന്യൂസ് എന്ന് പറഞ്ഞാൽ കാശ് തരും, നമ്മൾ എന്നിട്ട് സ്റ്റോറീസ് ഉണ്ടാക്കി കൊടുക്കണം. ഇന്നവേ ആൾക്കാർ വിചാരിക്കും അതൊക്കെ നാച്ചുറൽ സ്റ്റോറീസാണ്. പക്ഷേ ദേ ആർ പെയ്ഡ് ന്യൂസ്. നമ്മൾ മീൻസ് നമ്മളത് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. സോ ആൾക്കാർ പറയും ഞങ്ങൾ അങ്ങനെ ചെയ്യില്ല, എത്തിക്കലി റോങ് ആണതെന്ന് പറയും. ചിലർ പറയും കാശ് കിട്ടാനല്ലേ ചെയ്യാമെന്ന് പറയും. സോ സർട്ടൻ സ്റ്റാറ്റസ് കോ ഓരോരുത്തർക്കും ഉണ്ട്. ഓക്കെ.